السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹാദരണീയരായ സഹോദരിമാരെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് കുറച്ച് വൈകി എത്താൻ നമ്മുടെ ഇതേപോലത്തെ ഒരു സംഗമം ഷേഡൻ്റെ തന്നെ ഇടക്കര നടന്നുകൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും ഉണ്ട്. ഒന്നും രണ്ടും ഒരേ ഡേറ്റായി പോയി. അവിടുത്തെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഓടിയെത്തണത്. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു പോകുന്ന ഭാഗങ്ങൾ തബറുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ അതിര് കവിയൽ, ഏതൊരു കാര്യത്തിലും ഇസ്ലാം സ്വീകരിച്ചത് വസത്തായ ഒരു നിലപാടാണ്, സംയമനമായ നിലപാട്. ഒരു മധ്യമ നിലപാടിൽ നിന്നുകൊണ്ടാണ് ദീന് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് പല കാര്യത്തിലും അതിര് കടന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ള സ്വഭാവം നമ്മുടെ നാട്ടിൽ പല ആളുകളും സ്വീകരിക്കുന്നത്. ബിദ്അത്ത് അതിര് കവിയുന്ന പ്രവർത്തനങ്ങളിലൂടെ കടന്നു വരുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനപ്പുറം, അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചതിനപ്പുറം അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കുന്ന ആളുകൾ. 9ാമത്തെ ചാപ്റ്റർ നമ്മൾ 3 ക്ലാസ്സാണിപ്പോൾ. 9ാമത്തെ ചാപ്റ്റർ പിന്നെ നമ്മളെടുത്ത് 3ാമത്തെ, അതിലാണ് നമ്മൾ തബറുക്ക്, ബർക്കത്തെടുക്കലും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. തൗഹീദിൻ്റെ സംരക്ഷണത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഗ്രത, ഷിർക്കിലേക്കുള്ള എല്ലാ മാർഗങ്ങളും അടക്കുന്നു എന്ന ബാബാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ബർക്കത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ ഷിർക്കിലേക്ക് പോകുന്ന വിഷയം, ഖബർ കെട്ടിപ്പൊക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലാണ് വിശദീകരിച്ചത്. അതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ്, ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങൾ എന്താണ്. നമ്മൾ പറഞ്ഞു പോരുന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീന്, ആ ദീനിൽ നിന്ന് കടുകുമണി കീഴ്പോട്ടോ മേൽപോട്ടോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാൻ വേണ്ടി 3 വ്യക്തികൾ വന്ന സംഭവം നമുക്കറിയാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. എന്നാലും ആമുഖം നല്ല നിലക്കതൊന്ന് ഓർമ്മപ്പെടുത്തി പോകാം. 3 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു. റസൂലിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ ഉമ്മ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് കയറി വന്നു. ആയിഷ ബീവിയോട് ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഇബാദത്തുകളെക്കുറിച്ചും റസൂലുള്ളാഹിന്റെ രാത്രികളെക്കുറിച്ചും പകലുകളെക്കുറിച്ചുമൊക്കെ അന്വേഷിക്കുമ്പോൾ കേട്ട 3 ആളുകൾ മനസ്സിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കരിക്കാറുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പ് നോൽക്കാറുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ജീവിതം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്ന വ്യക്തിത്വമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ വന്ന മൂന്നാളുകൾ ചിന്തിച്ചത് എങ്ങനെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിലാണെങ്കിൽ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട വ്യക്തിയാണ് റസൂല്, മഹാനായ വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ചെയ്യണമെങ്കിൽ നമ്മൾ അതിലേറെ ചെയ്യേണ്ടതാണ് ആര് ചിന്തിച്ചത്? വന്ന മൂന്നാളുകൾ ചിന്തിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചവർ പറഞ്ഞു, റസൂല് നോമ്പ് നോൽക്കാറുണ്ട്, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും നോമ്പായിരിക്കും. നോമ്പില്ലാത്തൊരൊറ്റ ദിവസം ഒന്നും ഉണ്ടാവില്ല, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഒരാൾ തീരുമാനിച്ചു. വേറൊരാൾ പറഞ്ഞു, ഞാനിനി കല്യാണം കഴിക്കൂല, കല്യാണം കഴിച്ചാൽ പിന്നെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇടങ്ങാറുള്ള ജീവിതമാണ്, ഇബാദത്തിന് നേരം കിട്ടൂല എന്നാണ് മൂപ്പര് വിചാരിച്ചത്. മൂന്നാമത്തെ വ്യക്തി തീരുമാനിച്ചത്, ഇനി ഞാൻ രാത്രി ഉറങ്ങൂല, രാത്രി ഫുള്ള് നിസ്കാരത്തിലേർക്കും. അതെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഓ, എന്തൊരു ഭക്തന്മാരാണല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ പറഞ്ഞു, നബിയെ, ഇന്ന് മൂന്നാളുകൾ വന്നിരുന്നു വീട്ടിൽ, റസൂലെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു, അവർക്ക് ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു കൊടുത്തു. ആ മൂന്നാളുകളും ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടാണ് പോയത്. അതിലൊരാൾ തീരുമാനിച്ചു കല്യാണം കഴിക്കൂലെന്ന്, വേറൊരാൾ തീരുമാനിച്ചു ഞാൻ എല്ലാ ദിവസവും നോമ്പലായിരിക്കുമെന്ന്, വേറൊരാൾ തീരുമാനിച്ചത് ഞാൻ എല്ലാ ദിവസത്തിലും രാത്രി ഉറങ്ങാതെ എല്ലാ രാത്രികളും ഞാൻ നിസ്കരിക്കുമെന്ന് തീരുമാനിച്ചിട്ടാണ് പോയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് പറയുന്ന വാചകം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നിങ്ങളിങ്ങനെ വന്നിരുന്നോ? അതേ, വന്നിരുന്നു എന്ന് റസൂലിനോട് സ്വഹാബത്ത്, ഈ വന്നാളുകൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസത്തിലും രാത്രി നിസ്കരിക്കാറുണ്ട്, എന്നാൽ ഞാൻ രാത്രി ഉറങ്ങാറുമുണ്ട്, ഞാൻ നിസ്കരിക്കാറുമുണ്ട്. ഞാൻ സുന്നത്ത് നോമ്പ് നോൽക്കുന്നവനാണ്. എല്ലാ രാത്രികളിലും എല്ലാ ദിവസങ്ങളിലുമല്ല, എനിക്ക് സുന്നത്ത് നോമ്പുകൾ ഞാൻ അനുഷ്ഠിക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും എനിക്കുണ്ടാവാറുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ അവരുമായി ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും എന്റെ സുന്നത്തിനെ അതിരുകടന്നാൽ, മൻ റഇബ സുന്നതി ഫലൈസ മിന്നീ, എന്റെ സുന്നത്തിനെതിരായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുവോ അവർ എന്നിൽപ്പെട്ടവനല്ല, അവർ നമ്മിൽപ്പെട്ടവരല്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിടെ സുന്നത്തിനെതിരെ എന്ന് പറയാൻ കാരണം എന്താ? അള്ളാന്റെ റസൂല് പറഞ്ഞതിനേക്കാളും വലിയൊരു ഈമാനും ഇഖ്ലാസും, റസൂലിനേക്കാളും വലിയൊരു തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ റസൂൽ അത് തടഞ്ഞു. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. അള്ളാന്റെ റസൂല് എന്താണോ പറഞ്ഞത്, എവിടെ നിൽക്കാനാണോ പറഞ്ഞത്, അവിടെ നിൽക്കലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത്. ഇതാണല്ലോ, അതിൽ പെട്ടതാണ് നമ്മൾ പറഞ്ഞ ഖബർ ആരാധനയുടെ വിഷയത്തിൽ. ഖബർ സിയാറത്ത് സുന്നത്താണ്, ഖബർ കെട്ടിപ്പൊക്കൽ ബിദ്അത്തും ശിർക്കിലേക്കുള്ള വസീലയും, അവിടെ ചെന്ന് ഖബറാളികളോട് തേടൽ ശിർക്കുമാണ്. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അത് റസൂല് ചെയ്തതിനേക്കാളും വലിയൊരു ഇബാദത്ത് നമ്മൾ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ തബറുക്ക് ബർക്കത്തെടുക്കൽ, സ്വഹാബികൾ റസൂലിൽ നിന്ന് ബർക്കത്തെടുത്ത സംഭവങ്ങളുണ്ട്. അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു ബർക്കത്തെടുക്കുന്ന സമ്പ്രദായം അത് നമുക്ക് പാടുള്ളതല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ചില ദിനങ്ങളിൽ നിന്ന് ബർക്കത്തെടുക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്, ഞാൻ വിവരിക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രാ മിഅ്റാജ് ദിനത്തിൽ ചില പ്രത്യേകതകളുണ്ടെന്ന് മനസ്സിലാക്കി ആ ദിവസത്തിന് ചില ബർക്കത്ത് കൽപ്പിക്കുന്ന സമ്പ്രദായം. ഖദറിന്റെ രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് ഇസ്ലാം നൽകിയ ചില ബർക്കത്തുകളുണ്ട്. അതിനെ മറികടന്ന് നമ്മളൊരു ബർക്കത്ത് എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച
ഹിജ്റയുടെ ദിനം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ബദർ ദിനം അല്ലേ? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചടത്ത് നിൽക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിശ്രമിക്കേണ്ടത്. ഇപ്പൊ നോക്കി നിങ്ങൾ, ബദരീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിശ്വാസം എന്താ? ആരാ ബദരീങ്ങൾ? ബദരീങ്ങൾ പറഞ്ഞാൽ ഒരു മഹാനായ വ്യക്തിയാണ് എന്നാ ചില ആൾക്കാർ മനസ്സിലാക്കിയത്. ഒരാളല്ല ബദരീങ്ങൾ, ആണോ? 300 ചില്ലാനം വരുന്ന സ്വഹാബികൾ, അള്ളാഹിന്റെ റസൂലടങ്ങുന്ന ആ സംഘത്തിനാണ് ബദരീങ്ങൾ എന്ന് പറയാം. ബദറിൽ പങ്കെടുത്ത ആളുകൾ. അവിടെ ഷഹീദായവരുണ്ട്, ഷഹീദാവാത്തവരുമുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ബദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശ്വസിക്കേണ്ട മേഖല ഏതാണോ, ഉൾക്കൊള്ളേണ്ട മേഖല ഏതാണോ, അവിടെ നിൽക്കലാണ് നമ്മുടെ ബാധ്യത. മനസ്സിലായോ? അവിടെ നിൽക്കലാണ് നമ്മുടെ ബാധ്യത. ബദർ ദിനപ്പെടാ റമദാൻ 17 അല്ലേ? ഭയങ്കര ആഘോഷമാണ്. റമദാൻ 17 അന്ന് ബദർ ദിനം ആചരിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിലുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരാചാരത്തിൽപ്പെട്ടതാണോ അത്? നോക്കി നിങ്ങൾ, ബദർ ദിവസം കഴിഞ്ഞിട്ട്, ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അള്ളാഹിന്റെ റസൂലോ സഹാബികളോ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു ഇമാമിങ്ങളോ ഇങ്ങനെ ഒരു ആചാരം നടത്തിയതായി ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. എവിടെയും കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു ആചാരം ഉണ്ടെങ്കിൽ ആദ്യം നടത്തേണ്ട ആൾക്കാരാരാ? ആരാ? സ്വഹാബത്തല്ലേ? അല്ലേ? സ്വഹാബികളല്ലേ? പിന്നീട് വന്ന താബീങ്ങൾ ചെയ്യണം, തബൂ താബീങ്ങൾ ചെയ്യണം. ഖൈറുൽ ഖുറൂനി ഖർനി, ഉത്തമരായ തലമുറ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ്. ഈ 3 തലമുറക്കും ഇങ്ങനെ ഒരു ആചാരം പരിചയമല്ല. നമ്മൾ പറയണം എന്തോ, ഇസ്ലാമിൽ അങ്ങനെ ഒരു ആചാരം സ്ഥിരപ്പെട്ടു വന്നാൽ അത് നമ്മൾ ചെയ്യണം. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടില്ലേ, അത് നല്ലതാണ് എന്ന് പറഞ്ഞ് ദീനിലേക്ക് കടത്തിക്കൂട്ടിയാൽ അത് ബിദ്അത്താണ്. മനസ്സിലായോ? അത് ഏത് മേഖലയിലാണ്? സ്വന്തം വാപ്പ മരിച്ചിട്ട് വാപ്പാന്റെ ആണ്ട ആഘോഷിക്കൽ പോലും ആ ദർജയിൽപ്പെട്ടതാണ്, ബിദ്അത്താണ്. മനസ്സിലായോ? ആണ്ടാചരിക്കുക, 3-ന്റെ അന്ന് കണ്ണൂക്ക്, 4-ന്റെ അന്ന് 14-ന്റെ അന്നൊരാഘോഷം, 17-ന്റെ അന്നൊരാഘോഷം, 30-ന്റെ 40-ന്റെ അന്നൊരാഘോഷം, പിന്നെ അവിടെ നിന്ന് പോയാൽ 90 ഉണ്ടാവും, വർഷക്കണക്കിനുണ്ടാവും. ഇങ്ങനെ കണക്ക് കൂട്ടുന്ന മനുഷ്യന്മാര് അല്ലേ? ആണ്ട് എല്ലാ കൊല്ലം 12 മാസം പൂർത്തിയാകുമ്പോ വാപ്പാന്റെ ആണ്ട്, ഉമ്മാന്റെ ആണ്ട്, ഇങ്ങനെ ആണ്ട് നടത്തുന്ന സമ്പ്രദായം ദീനിലില്ല എന്നുള്ളതാണ് ശരി. ദീനിലില്ല എന്നുള്ളതാണ് ശരി. ഇപ്പൊ നോക്കി നിങ്ങള്, ബദർ ശുഹദാക്കളുമായി ബന്ധപ്പെട്ട ആചാരം അതുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു സംഭവമാണ്, ഇതേതാ മാസം? റബീഉൽ ആഖിർ അല്ലേ? അല്ലേ? ജീലാനി ദിനത്തിന്റെ മാസ, ജീലാനി ദിനത്തിന്റെ മാസാണ്. എല്ലാവരും നമ്മുടെ നാട്ടിൽ പിന്നെ മുഹദ്ദിൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ ജീലാനി ദിനം ആചരിക്കുന്ന മാസമാണ്. ജീലാനി ദിനം മരിച്ച ദിവസമാണോ ജനിച്ച ദിവസമാണോ അറിയില്ല. ജീലാനി മരണപ്പെട്ട ദിവസമാണ് യഥാർത്ഥത്തിൽ ജീലാനി ദിനം എന്ന പേര് നമ്മുടെ നാട്ടിൽ ആചരിക്കുന്നത്. ഇസ്ലാമുമായി ബന്ധപ്പെട്ടതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ പരിശോധിക്കണം. പഠിക്കേണ്ട വിഷയമാണ്. വെറുതെ നമ്മൾ ആരെങ്കിലുമൊക്കെ പറയണ കേട്ട് ഞങ്ങളിങ്ങനെ ആചരിച്ചു പോന്നു എന്നുള്ളതല്ലല്ലോ ഇസ്ലാമിലെ ആചാരങ്ങൾ. പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ആരാണ് മുഹദ്ദിൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി? ഇസ്ലാമിക പ്രമാണങ്ങളിൽ മുഹദ്ദിൻ ശൈഖിനെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്ന ഭാഗങ്ങൾ കാണാം. മുഹദ്ദിൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് കൃത്യമായി വിവരിക്കുന്നത് കാണാം. ഹിജ്റ 470 റമദാൻ 1-നാണ് മുഹദ്ദിൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനനം. ഹിജ്റ 470 റമദാൻ 1. അദ്ദേഹത്തിന്റെ ജനനം അപ്പോഴാണ്. അദ്ദേഹം ജനിച്ചിട്ട് പിന്നെ നീബി എന്ന പ്രദേശത്ത്, ജീലാൻ എന്ന പട്ടണത്തിലെ നീബി എന്നൊരു പ്രദേശമുണ്ട്, ആ പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. നീണ്ടകാലം അദ്ദേഹം ദീനിനു വേണ്ടി പ്രവർത്തിച്ച മഹാവ്യക്തിത്വമാണ് മുഹദ്ദിൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് പ്രസിദ്ധമായ ചില ഗ്രന്ഥങ്ങളുണ്ട്.
ഫത്ഹുർ റബ്ബാനി മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ്. ഇത് പഠിക്കണം കേട്ടോ, അത് അറിയാതെക്കരുത്. നമ്മളറിഞ്ഞ കിതാബ് ഏതാണ് ഞാൻ വേറെ പറഞ്ഞുതരാം. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് നമ്മളറിഞ്ഞ കുറച്ച് കിതാബുകളുണ്ട്, ആ കിതാബ് ഞാൻ വേറെ പറഞ്ഞുതരാം. മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഒറിജിനൽ കിതാബിനെ കുറിച്ചാണ് പറയണത്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ കിതാബ് ഫത്ഹുർ റബ്ബാനി മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയുടെ കിതാബ്. ഹിജ്റ 545 കാലത്ത് അദ്ദേഹം നടത്തിയ 68 പ്രഭാഷണങ്ങളുടെ ക്രോഡീകരണമാണ് യഥാർത്ഥത്തിൽ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബ്. അദ്ദേഹത്തിന്റെ മകൻ യഹ്യ എന്ന അദ്ദേഹത്തിന്റെ മകൻ രചിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആ പ്രഭാഷണങ്ങളെ ക്രോഡീകരിച്ചുണ്ടാക്കിയ ഒരു കിതാബാണ്. തൗഹീദും റിസാലത്തും ആഖിറത്തും ഉൾക്കൊള്ളുന്ന വിഷയങ്ങളടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബ്. രണ്ടാമത്തെ കിതാബ് ഫുതൂഹുൽ ഗൈബ് എന്ന ഗ്രന്ഥമാണ്. ഫുതൂഹുൽ ഗൈബ് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അമൂല്യവും അതുല്യവുമായ തത്വോപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ക്രോഡീകരിച്ച ഒരു കിതാബാണ് ഫുതൂഹുൽ ഗൈബ്. രണ്ടാമത്തെ കിതാബ് അതാണ്. മൂന്നാമത്തെ കിതാബ് ഏതറിയോ? ഫത്ഹുർ റബ്ബാനി. ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, ഗുന്നിയത്തു ത്വാലിബീൻ. മൂന്നാമത്തെ കിതാബ് ഗുന്നിയത്തു ത്വാലിബീൻ. അൽ ഗുന്നിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കർമ്മശാസ്ത്രവും വിശ്വാസപരവുമായ വിഷയങ്ങൾക്കുള്ള കൃത്യമായി അതിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ടുള്ള ഒരു കിതാബാണ് അൽ ഗുന്നിയ എന്ന കിതാബ്. ഇങ്ങനെ 3 ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിച്ച വ്യക്തിത്വമാണ് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. കേട്ടോ, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മരണം ഹിജ്റ 561 റബീഉൽ ആഖിർ 11 അദ്ദേഹത്തിന്റെ മരണം. ഹിജ്റ 561 റബീഉൽ ആഖിർ 11 അദ്ദേഹം വിട പറഞ്ഞ മാസം, വിട പറഞ്ഞ ഡേറ്റ് അതാണ്. ഇതാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് രത്നച്ചുരുക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം. ഇനി അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആഴം എന്തായിരുന്നു, ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആഘോഷം നടത്തുന്നതിന് മുമ്പ്, മാലയിലും മൗലൂദുകളിലും നമ്മുടെ കൽബിനെ ചേർത്ത് വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം പഠിപ്പിച്ച ആദർശം എന്താണെന്ന് നമ്മൾ പഠിക്കണം. നിങ്ങൾ നോക്കുന്ന അദ്ദേഹത്തിന്റെ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് മാത്രം പറഞ്ഞിരുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. നാവുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും കൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ. അവരെ സംബന്ധിച്ച് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിന്റെ 104-ാമത്തെ പേജ് മുതൽ വായിച്ചാൽ കാണാം അദ്ദേഹം വിവരിക്കുന്ന വാചകങ്ങൾ. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ ബുക്കിലേ കാണൂല കേട്ടോ. എന്താ സംഭവം എന്നറിയങ്ങള്, നമ്മൾ തബറുക്കുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതൊക്കെ അതിര് കവിയുന്നിടത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു, യഥാർത്ഥത്തിൽ ആരുടെ വിഷയത്തിലാണോ നമ്മൾ അതിര് കവിയുന്നത് അവരെവിടെ നിൽക്കുന്നു എന്ന് പഠിക്കാനാണ് ഇത് വ്യക്തമാക്കി പഠിപ്പിച്ചിരുന്നത്. മനസ്സിലായോ? പരീക്ഷ എഴുതിയോ എഴുതിയില്ല എന്നുള്ളതല്ല. ഇത് കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. കേട്ടിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ ഹക്ക് ഉൾക്കൊള്ളണം. ഹക്കല്ല എന്ന് തോന്നുകയാണെങ്കിൽ തിരസ്കരിക്കും ചെയ്യാം, അത് അവനവന്റെ സൗകര്യമാണ്. പക്ഷെ ഇവിടെ ദീൻ എന്താന്നുള്ളത് പഠിക്കണ്ടേ? മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടുന്ന മുസ്ലിങ്ങളോട് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുസ്ലിമേ നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുന്നു? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ കൽബിൽ എത്രയെത്ര ഇലാഹുകളെയാണ് നീ വെച്ച് നടക്കുന്നത്, എത്രയെത്ര ആരാധ്യന്മാരെയാണ് നിന്റെ കൽബിൽ നീ വെച്ച് നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് വഹുവ സനമുക. മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നീ അല്ലാഹു അല്ലാത്തവരെ അവലംബമായി നീ സ്വീകരിച്ചാൽ, റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു ശക്തിയെയോ ഒരു വസ്തുവിനെയോ നീ അവലംബമായി സ്വീകരിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ഇന്ന ശൈഖിന് കഴിയും, ഇന്ന തങ്ങൾക്ക് കഴിയും, ഇന്ന ബീവിക്ക് കഴിയും, റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിക്ക് കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ ഫഹുവ സനമുക, അത് നിന്റെ വിഗ്രഹമാണ്.
ഫഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ഏത്? നീ എന്തിനെയാണോ അവലംബമായി സ്വീകരിക്കുന്നത് അത് നിന്റെ വിഗ്രഹമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്. ഹൃദയത്തിൽ നിറയെ ശിർക്ക് വെച്ചിട്ട് നിന്റെ നാവ് കൊണ്ട് മാത്രം നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലക്ക് എന്ത് അർത്ഥമാണുള്ളത്, എന്ത് മഹത്വമാണ് ലാ ഇലാഹ ഇല്ലല്ലക്കുള്ളത്? നിന്റെ കൽബ് നിറയെ ശിർക്കാണ്. നിന്റെ കൽബ് നിറയെ മറ്റു ഇലാഹുകളെ നീ വെച്ചുകൊണ്ട് നടക്കുകയാണ്. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കാണ് കേട്ടോ. ഉറക്കം വരണ്ട? പിന്നെ ഇത് കേൾക്കുമ്പോൾ ഒന്നുകൂടി ഉറക്കം കൂടും. അങ്ങനെയാണോ? അല്ല എടോ, നോക്കിങ്ങള് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കുകളാണ്. നിന്റെ ഹൃദയത്തിൽ നീ വേറെ കുറെ ഇലാഹുകളെ വെച്ചിട്ട്, വേറെ കുറെ ആരാധ്യന്മാരെ വെച്ചിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖദിഹ്താല അലൈക ശൈത്വാൻ, നിന്നെ കൊണ്ട് ഈ പ്രവർത്തനം ചെയ്യിപ്പിക്കുന്നത് ശൈത്വാൻ നിന്നെ കൊണ്ട് കളിക്കുകയാണ്. വസയ്യന ലക്കൽ കദിബ വസയ്യന ലക്കൽ കദിബൽ അഅമാലൽ ഖബീഹ, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഈ കളവുകളും ഈ വേണ്ടാത്തരങ്ങളുമൊക്കെ ശൈത്വാനാണ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഏതാണ് ആ പ്രവർത്തനം? അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് റബ്ബല്ലാത്തവരോട് ചോദിക്കുന്ന സമ്പ്രദായം, കെട്ടി ഉയർത്തിയ ജാറത്തിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം, അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ച നടത്തുന്ന സമ്പ്രദായം, അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷയർപ്പിക്കുന്ന സ്വഭാവം, ഇതൊക്കെ ശൈത്വാനാണ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, തക്ദിബു, നീ കളവ് പറയുന്നു, നീ കള്ളമാണ് പറയുന്നത്. ഹത്താ ഫീ സ്വലാത്തിക, നിന്റെ നിസ്കാരത്തിൽ പോലും നീ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുസ്ലിമാണ്, നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ പോലും നീ പറയുന്നത് എന്താ? കളവാണ്. എന്താ കളവ്? ആ കളവിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, നോക്കൂ നിങ്ങൾ, അന്നക തഖൂലു അല്ലാഹു അക്ബർ, നിസ്കാരത്തിൽ തക്ബീർ കെട്ടുമ്പോൾ തന്നെ പറയണ വാക്കെന്താ? തക്ബീർ കെട്ടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ തക്ബീർ കെട്ടണേ. ആ അല്ലാഹു അക്ബർ എന്നാൽ എന്താ? ഈ ലോകം മുഴുവനും സൃഷ്ടിക്കുന്ന അല്ലാഹു, അവനാണ് എനിക്ക് വലിയവൻ, അല്ലേ? എനിക്ക് ജീവിതം നൽകിയ റബ്ബ്, അവനാണ് എനിക്ക് വലിയവൻ. എനിക്ക് സംരക്ഷണം നൽകുന്ന റബ്ബ്, അവനാണ് എനിക്ക് വലിയവൻ. ഈ കണ്ടതെല്ലാം എനിക്ക് വേണ്ടി സംവിധാനിച്ച റബ്ബ്, അവനാണ് എനിക്ക് വലിയവൻ എന്ന്, അതാണ് അല്ലാഹു അക്ബറിന്റെ ഉദ്ദേശമെങ്കിൽ, നിസ്കാരത്തിൽ നീ തക്ബീർ കെട്ടുമ്പോൾ നീ പറയുന്ന അല്ലാഹു അക്ബർ നിന്റെ നാവ് കൊണ്ട് വരുന്ന കളവാണ്. കാരണം വതക്ദിബു ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറഹു, നിസ്കാരത്തിൽ നീ തക്ബീർ കെട്ടുന്ന നേരത്ത് നിന്റെ നാവ് കൊണ്ട് നീ അല്ലാഹു അക്ബർ പറയുന്നുണ്ടെങ്കിലും നിന്റെ കൽബിൽ അല്ലാഹു അല്ലാത്തവരെ നീ സമർപ്പിച്ചു വെച്ചിരിക്കുന്നു, അല്ലാഹു അല്ലാത്തവരെ നിന്റെ കൽബിൽ നീ കയറ്റി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അല്ലാഹു അക്ബർ കൊണ്ട് എന്തർത്ഥമാണ് അല്ലാഹു അക്ബറിനുള്ളത്? അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മളിപ്പോ ഏതാണ് ഇലാഹിനെ സ്വീകരിച്ചത്? നമ്മളിപ്പോ അങ്ങനെ ഒരു ഇലാഹിനെ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ ആരെങ്കിലുമൊക്കെ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ് ഇലാഹ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കും, ഒന്നുകൂടി വ്യക്തമാകും. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഒരാള് ഗൾഫിക്ക് പോവാ, ജോലിക്ക് പോവാ, ഗൾഫിലേക്ക് പോയി ആദ്യം പോണം തന്നെ, നേരെ പോണ പോക്കിൽ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ദർഗ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഒന്ന് ജാറം മൂടും. എന്തിന്? എന്തിന്? പ്രതീക്ഷ അർപ്പിക്കുക. ഷെയ്ഖിൻ്റെ കാവലുണ്ട്, ഷെയ്ഖ് സഹായിച്ചാൽ എന്ന വിശ്വാസം വെച്ച് പുലർത്തിയാൽ വഹുവ സ്വനമുക്ക്, അത് നിന്റെ വിഗ്രഹമാണെന്നാണ് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പൊ അതാണ് ഇപ്പൊ തെറ്റ് എന്ന് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, തക്ദിബു, നീ കളവാണ് പറഞ്ഞത്. നിന്റെ കളവായ സംസാരം ലിഅന്ന ഫീ ഖൽബിക, നിന്റെ നാവ് വേറൊന്നു പറയുന്നു, നിന്റെ കൽബിന്റെ ഉള്ളിൽ ഇലാഹൻ ഗൈറഹു, മറ്റു ഇലാഹുകളെ നീ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, കുല്ലുമാ തഅ്തമിദു അലൈഹി വഹുവ ഇലാഹുക,
നിന്റെ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ഇലാഹായി സ്വീകരിച്ചാൽ, ഏതെങ്കിലും ഒന്നിന് നീ ആരാധന സമർപ്പിച്ചാൽ, വഹുവ ഇലാഹുക, നീ ആരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആരോടാണോ നീ സഹായം തേടുന്നത്, വഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ഇലാഹ് എന്ന് കൽബിൽ നീ ഒരു ഇലാഹിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആരോടാണോ നീ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനോട് നീ തേടിയാൽ അത് നിന്റെ ഇലാഹാണ്. അള്ളാഹ്ക്ക് നടത്തേണ്ട ആരാധന മറ്റൊരു ഇലാഹിന്, മറ്റൊരു വ്യക്തിക്ക് നീ നടത്തിയാൽ അത് നിന്റെ ഇലാഹാണ്. ബലിയർക്കുക, ഷെയ്ഖിന്റെ പേരിൽ തന്നെ അറക്കും, മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ തന്നെ അറവ്. എന്തിനാ? ജീലാനി ഇതിനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അറിവ് നടത്തുക. അപ്പോ ആ അറിവ് നീ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്കലാണ്. ആരാധന മറ്റൊരു വ്യക്തിക്ക് സമർപ്പിക്കലാണത്. നോക്കൂ നിങ്ങൾ, എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. കുല്ലു ഷൈഇൻ തഖാഫു മിൻഹു വതർജൂഹു വഹുവ ഇലാഹുക. നീ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് പ്രതീക്ഷയർപ്പിക്കുന്നുവെങ്കിൽ, നിന്റെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് നീ പ്രതീക്ഷയർപ്പിക്കുന്നുവെങ്കിൽ, അതുപോലെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തെ റബ്ബിനെ പേടിക്കുന്നതിനേക്കാൾ ഏതെങ്കിലും ഒരു കേന്ദ്രത്തെ നീ ഭയപ്പെടുന്നുവെങ്കിൽ, വഹുവ ഇലാഹുക, അതും നിന്റെ ഇലാഹാണ്. എത്ര വ്യക്തമാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം. പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നറിയ, എവിടെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് നീ പ്രതീക്ഷയർപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തെ നീ അള്ളാനെ പേടിക്കുന്നതിനേക്കാൾ നീ ഭയപ്പെട്ടാൽ, റബ്ബിനെ പേടിക്കുന്നത് പോലെയോ അള്ളാനെ പേടിക്കേണ്ടതിന് പകരം ഒരു ഷെയ്ഖിനെ പേടിക്കുകയോ ചെയ്താൽ, വഹുവ ഇലാഹുക, ആ ഖബറിൽ കിടക്കുന്ന ഷെയ്ഖ് നിന്റെ ഇലാഹാണ്. മനസ്സിലായോ? മനസ്സിലാകണ്ടോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിന് എന്തർത്ഥമുള്ളത്? നീ അത് നാവുകൊണ്ട് മാത്രം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? കൽബിൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. നമ്മുടെ നാട്ടിൽ കാണും, ഒരാൾ കട്ടു, കള്ളനാണോ അല്ലേ? ഓൻ പറയണേ ഞാൻ കട്ടിട്ടില്ല. 10,000 ആൾക്കാർ കൂടി ചോദിച്ചു, ഞാൻ കട്ടിട്ടില്ല. വല്ലാഹി ഞാൻ കട്ടിട്ടില്ല. റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ കട്ടിട്ടില്ല. ധൈര്യമായിട്ട് പറയും, കട്ടോൻ തന്നെ പറയും കട്ടിട്ടില്ല അല്ലേ? ഒരു ജാറത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചു നോക്കി, ഇവിടെ സത്യം ചെയ്ത് പറിച്ച് കട്ടിക്കണോ അല്ലേ? അവനെന്താ പറയാ? അപ്പോൾ എൻ്റെ മുട്ടുകാലിങ്ങനെ കൂട്ടി വിറക്കുണ്ടെങ്കിൽ വഹുവ ഇലാഹുക, ആ ഖബറിൽ കിടക്കുന്ന ഷെയ്ഖോന്റെ ഇലാഹാണെന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അത്ര വ്യക്തമായിട്ട് ഇതിലപ്പുറം എന്നെ കൊണ്ട് പറ്റൂല. മനസ്സിലായോ? എങ്ങനെയൊക്കെ ഗുളിക തരാൻ പറ്റും അങ്ങനെയൊക്കെ തരും. ഉൾക്കൊള്ളാൻ പറ്റുന്നിടത്തോളം ഉൾക്കൊള്ളുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖൽബുക ലാ യുവാഫിഖു ലിസാനക, നിന്റെ കൽബ് ഒന്ന് പറയുന്നു, നിന്റെ കൽബ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, നിന്റെ നാവ് മറ്റൊന്ന് പറയുന്നു. നിന്റെ നാവ് പറയുന്നിടത്ത് നിന്റെ കൽബില്ല, നിന്റെ കൽബ് പഠിപ്പിക്കുന്നിടത്ത് അല്ലെങ്കിൽ കൽബ് നിൽക്കുന്നിടത്ത് നിന്റെ നാവും നിൽക്കുന്നില്ല. ഫിഅലുക ലാ യുവാഫിഖു ഖൗലക, നിന്റെ പ്രവർത്തനം ഒന്നും നിന്റെ വാക്ക് മറ്റൊന്നുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് പറയുന്നു, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രവർത്തിക്കുന്നിടത്ത് നിന്റെ ജീവിതത്തിലില്ല. ഉണ്ടോ? നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക മാത്രം ചെയ്യുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ അത് അപകടമാണ്. മനസ്സിലായോ? എന്നിട്ട് അദ്ദേഹം പറയാണ്, കുൽ, അതുകൊണ്ട് നീ പറയണം. കുൽ, അതുകൊണ്ട് നീ പറയണം. നോക്കി നിങ്ങൾ, കുൽ നിങ്ങൾ പറയണം. മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയണ്ടോ? മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയാണ്, കുൽ നീ പറയണം. എന്താ പറയേണ്ടത്? മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, അൽഫ മറ, 1000 തവണ നീ പറയണം. അല്ലാഹു അക്ബർ എന്ന് നീ പറയണം. ബി ഖൽബിക, നിന്റെ കൽബ് കൊണ്ട് നീ 1000 വട്ടം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞോ. നാവുകൊണ്ടല്ല, മറിച്ച് കൽബ് കൊണ്ട് നീ പറഞ്ഞോ. മാ തസ്തഹി, നിനക്ക് നാണമില്ല മനുഷ്യ, നിനക്ക് ലജ്ജയില്ല മനുഷ്യ. അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാവ് കൊണ്ട് മാത്രം പറയാൻ നിനക്ക് നാണമില്ലേ? വലക അൽഫ മഅബൂദിൻ ഗൈറഹു
നാവുകൊണ്ട് അത് പറയുമ്പോഴും നിന്റെ കൽബിൽ 1000 ആരാധ്യന്മാരെ സ്വീകരിച്ച നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ലജ്ജയില്ലേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്ത പടപ്പുകളെ ഇലാഹുകളായി സ്വീകരിച്ച നിനക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുന്നത് എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കാണ്. ഇതാണ് ഷെയ്ഖിന്റെ വിശ്വാസം. ഇതാണ് ഷെയ്ഖിന്റെ വിശ്വാസം. കൽബ് നിറയെ അല്ലാഹു അക്ബർ പറ. കൽബ് നിറയെ നീ 1000 വട്ടം പറ, അല്ലാഹു അക്ബർ പറ. ഇത് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ വിശ്വാസം അദ്ദേഹം പഠിപ്പിച്ചതാണ്. നോക്കിങ്ങള്. പക്ഷേ നമ്മളെ നാട്ടിൽ 1000 വട്ടം പറയാൻ പറഞ്ഞ സാധനം ഏതാ? മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കിതാബാണ് കുത്തുബിയത്ത്. ആരാ കുത്തുബിയത്ത് ഉണ്ടാക്കിയെന്നറിയോ? അറിയില്ലേ? പറഞ്ഞുതരാ. കായൽപട്ടണത്ത് ജനിച്ച സദഖത്തുല്ലാഹിൽ കാഹിരി. കായൽപട്ടണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാ, ഞങ്ങളെ നാടാ. കായൽപട്ടണം തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ സംഭവമാണെന്ത്? കുത്തുബിയത്ത്. ആ കുത്തുബിയത്തിൽ പറയുന്ന വാചകം കാണാം. വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൽ ലിഗഫവതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫല്യദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി. നമ്മുടെ നാട്ടിൽ പള്ളിയിൽ മുഹിയദ്ദീനി ഇങ്ങനെ ചൊല്ലും. മനസ്സിലായോ? എന്താണ് ഈ പറഞ്ഞത്? ആരെങ്കിലും എന്റെ പേരിൽ ഷെയ്ഖ് പറഞ്ഞു എന്നാണ്. ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ കളവാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടേ അല്ല. ഇത് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ വിശ്വാസത്തിന് എതിരാണ്. എന്താ പറഞ്ഞത്? വമയ്യുനാദിസ്മി, ആരെങ്കിലും എന്റെ പേര് വിളിച്ചാൽ അൽഫം ബിഖൽവതിഹി, 1000 വട്ടം എന്നെ ആരെങ്കിലും വിളിച്ചാൽ അസ്മൽ ലിഹിമ്മതിഹി സർമൽ ലിഗഫവതിഹി, നല്ല ചിന്തയോടുകൂടി, അതേ അശ്രദ്ധയില്ലാതെ ശ്രദ്ധയോടുകൂടി ആരെങ്കിലും എന്നെ 1000 വട്ടം വിളിച്ചാൽ അജബതുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി, അവൻ വിളിച്ച് വായ കൂടുന്നതിന് മുമ്പ് ഞാൻ അവന് ഉത്തരം നൽകുമെന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന് മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ കള്ളം ചമച്ചുണ്ടാക്കിയതാണ്. അതാണ് കുത്തുബിയത്ത്. ഖുർആനിന് വിരുദ്ധമാണ്, ഹദീസിന് വിരുദ്ധമാണ്. പച്ചയായി മുഹ്യിദ്ദീൻ ശൈഖ് പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ആദർശത്തിന് എതിരാണ്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ കിതാബ് ഒരാൾ ശരിക്കണ്ട് വായിച്ചാൽ ഇയാളും മുജാഹിദീനോ എന്ന് ചോദിച്ചു. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു പോരുന്ന വിഷയം അതാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, നീ 1000 വട്ടം വിളിച്ചോ, നീ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചോ, എന്നിട്ട് നീ മാറിക്കോ, നീ തൗബ ചെയ്യ്. അള്ളാഹനെ വിളിച്ചുകൊണ്ട് നീ തൗബ ചെയ്യ് ഇലല്ലാഹി അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി റബ്ബിനോട് നീ തൗബ ചെയ്തു മടങ്ങിക്കോ. നോക്കൂ നിങ്ങൾ, ജമീഇമാ അൻത ഫീ, നീ ഏതിലായിരുന്നാലും ഇപ്പൊ നീ നിലക്കൊള്ളുന്ന മാർഗം ഏതാണോ ആ മാർഗത്തിൽ നിന്ന് വിട്ടിട്ട് നീ റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങിക്കോ, ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങിക്കോ. ഇത്രകാലം നീ വിശ്വസിച്ചു പോന്ന നിന്റെ വിശ്വാസം തെറ്റാണ്. ആ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് തുബ് ഇലല്ലാഹി അസ്സ വജല്ല, നീ തൗബ ചെയ്തിട്ട് റബ്ബിലേക്ക് മടങ്ങിക്കോ എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ അദ്ദേഹം പറയാണ്, തൗബ നീ നാളത്തേക്ക് മാറ്റി വെക്കണ്ട, പിന്നെയാവാം എന്ന് തൗബയെ മാറ്റി വെക്കണ്ട എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യം വന്നു, നിനക്ക് വല്ലതും ചോദിക്കേണ്ടി വന്നാൽ നീ ചോദിക്കേണ്ടത്, നോക്കൂ നിങ്ങൾ, നീ ചോദിക്കേണ്ടത് ഫത്ലുബ് മിൻഹു, നീ റബ്ബിനോട് ചോദിച്ചോ, അല്ലാഹുവിലേക്ക് നിന്റെ കരങ്ങളെ നീ ഉയർത്തിക്കോ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, ലാ മിൻ ഖൽഖിഹി, ഒരു പടപ്പുകളോടും നീ പ്രാർത്ഥിക്കണ്ട, ഒരു പടപ്പുകളോടും നീ തേടണ്ട. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫഇന്ന അബ്ഗളൽ ഖൽഖി ഇലല്ലാഹി അസ്സ വജല്ല മൻ യത്ലുബു ദുനിയാ മിൻ ഖൽഖിഹി, ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ?
ദുനിയാവിലെ നികൃഷ്ടന്മാരായ ആളുകൾ ആരാണെന്നറിയുമോ? അത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്, റബ്ബല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്റതല്ലോ, ഞാൻ പറഞ്ഞല്ലേ, ഇത് ഞാൻ പറഞ്ഞ വാക്കല്ലേ, മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ടതിന് പകരം റബ്ബല്ലാത്ത പടപ്പുകളോട് ചോദിക്കുന്നവരാണ് ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇസ്തഗിസ് ബിഹി, നീ ഇസ്തിഗാസ നടത്തിക്കോ, നീ സഹായത്തേട്ടം നടത്തിക്കോ. ഇലൈഹി വഹുവൽ ഗനിയ്യു, ഇലൈഹി വഹുവൽ ഗനിയ്യു, നീ ആ റബ്ബിനോട് ഇസ്തിഗാസ നീ നടത്തിക്കോ, അവനാണ് ധന്യനായിട്ടുള്ളവൻ. അതുകൊണ്ട് ധന്യനായ റബ്ബിനോട് നീ ഇസ്തിഗാസ നടത്തിക്കോ. വൽ ഖൽഖു കുല്ലുഹു ഫുഖറാ, കാരണം എല്ലാ മനുഷ്യന്മാരും എല്ലാ സൃഷ്ടികളും ഫുഖറാ, ഒക്കെ ഫക്കീറുകളാണ്, എല്ലാവരും ദരിദ്രന്മാരാണ്, ഫക്കീറുകളാണ്. അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് എത്ര വലിയ മഹത്തുക്കളാണെങ്കിലും ശരി, അടിമകളൊക്കെ ഫക്കീറുകളാണ്. ഉടമയായ റബ്ബിനോട് നീ തേടിക്കോന്ന. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാ യംലികൂന ലിഅൻഫുസിഹിം വലാ ലിഗൈരിഹിം ളറം വലാ നഫ്സ വലാ നസ്ഫ. അദ്ദേഹം വിശദീകരിക്കുകയാണ്, നോക്കൂ നിങ്ങൾ, അവർ ഒരിക്കലും അവരുടെ സ്വന്തം കാര്യത്തിന് പോലും ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിയാത്തവരാണ്. നീ ആരോട് പ്രാർത്ഥിക്കുന്ന ഏത് മഹാനാണെങ്കിലും ശരി, ആ മഹാനൊന്നും അവരുടെ കാര്യത്തിൽ പോലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരാണ്. ധാരാ പറഞ്ഞേ, മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലായോ? മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടിയാൽ പോലും അദ്ദേഹം പറയുന്നത്, അവർ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പോലും സ്വന്തം കാര്യത്തിൽ ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിയാത്തവരാണ്. അല്ലെ, നമ്മുടെ നാവുകൊണ്ട് പറയലില്ലേ, നമ്മളിങ്ങനെ പറയുന്നത്, പിന്നെ ഒക്കെ പടച്ചോൻ തീരുമാനിക്കണ പോലെ കേട്ടോ. വർത്താനം കേട്ടാൽ തോന്നും നമ്മളിതിൻ്റെ കാമ്പിലാണുള്ളത്. അല്ലേ, എല്ലാം പടച്ചോൻ തീരുമാനിക്കണ പോലെയാണ്. എന്നാലൊരു ആവശ്യം വന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളപ്പം പോയി ജാറത്തിൻ്റെ അടുത്തേക്ക്, പിന്നെ എന്തിനാ പടച്ചോൻ, പിന്നെന്തിനാ പടച്ചോൻ? അതാണ് ശൈഖ് അവറുകൾ പറഞ്ഞ വിഷയം, അതാണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വിഷയം. അതുകൊണ്ട് നമ്മൾ ചേർത്ത് വെക്കണം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ. അള്ളാന്റെ അടിമക്ക് പരിശുദ്ധ ഖുർആൻ ചോദിക്കാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 36-ാമത്തെ വചനം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരേ. മതിയോ? അള്ളാന്റെ അടിമക്ക് അല്ല പോരെ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ സമയത്ത് ആ റബ്ബ് ഇബ്രാഹിം നബിക്ക് മതിയായവനാണ്. 5 ആളുകൾ, ഇനി ഒരു 5 ആളെ കൂടി പോയിക്കോളി. ആ റബ്ബ് ഇബ്രാഹിം നബിക്ക് മതിയായവനാണ്. ഇബ്രാഹിം നബിനെ ഇങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് കെട്ടി നിർത്തിയിട്ട് തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ ആകാശം മുട്ടെ പടർന്ന് പന്തലിക്കുന്ന തീജ്വാലയാണ്. ആ തീജ്വാലകൾക്ക് മുന്നിൽ അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. എന്തിന്? എങ്ങനെ എറിയാന്നറിയായിട്ട് ഒരമ്പുണ്ടാക്കി, മരത്തിൻ്റെ വലിയ അമ്പുണ്ടാക്കിയിട്ട് അമ്പിൻ്റെ മുന്നിൽ കെട്ടി കയറൊക്കെ കെട്ടി നിർത്തിയിട്ട് വലിച്ചു വിടുക. എങ്ങോട്ടാ വിടണേ? തീയിലേക്ക് എറിയുന്ന സമയത്ത്, അതിനെ നിർത്തിയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിന്റെ തൊട്ടടുത്ത് വന്ന് ചോദിച്ചു, ഇബ്രാഹിം, നീ ഒന്ന് അനുവാദം ചെയ്യുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ ഈ തീ ഞാൻ കെടുത്താം, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് ഈ ജനങ്ങളെ ഞാൻ എന്ത് ചെയ്യാം? മറിച്ചിടാം. 600 ചിറകുകളുണ്ട്. ചിറകിന്റെ വലുപ്പം ആകാശം മുട്ടെ, ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലതയുള്ള ചിറകുകൾ, 600 ചിറകുകളുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഴിയും, അള്ളാഹുവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ ചെയ്യും. പക്ഷേ ഇബ്രാഹിം നബി ഒന്ന് പറഞ്ഞാൽ മതി. ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, എനിക്കെൻ്റെ റബ്ബ് മതി. ഞാൻ ചോദിക്കട്ടെ, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ?
എല്ലാവരും പൊന്തിച്ചു. അല്ലേ അല്ലേ? കുട്ടിക്കൊരു രോഗം വന്നു, മന്ത്രിച്ചൂതി കെട്ടാൻ പറ്റുമോ? എന്തേ? ഇനി പൊന്തിച്ച് കൈ. ഇത് ഉൾക്കൊണ്ടിട്ട് പറയാൻ കഴിയണം, ഞാൻ എൻ്റെ കുട്ടിൻ്റെ ശരീരത്തിൽ ഒരു നൂല് കെട്ടിയിട്ടില്ല, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് അതിലുറച്ച് പറയാൻ കഴിയണം. പൊന്തിച്ചു നോക്കി. എന്താ കുറഞ്ഞേ? അപ്പൊ അല്ല പോരെ? അപ്പൊ നമ്മൾ വിചാരിക്കാൻ തരാം, ഇപ്പൊ ഡോക്ടറെ കാണാൻ പോണില്ലേ? ഡോക്ടറെ കാണുന്നതും നൂലെട്ടലും തമ്മിൽ ഒന്നല്ല. മനസ്സിലായോ? റസൂലുള്ളാഹി പറഞ്ഞത്, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ശരീരത്തിൽ ഐക്കല്ല് ബന്ധിക്കൽ, നൂല് ബന്ധിക്കൽ, ഫഖദ് അശ്റക, അവൻ ശിർക്കാണ് ചെയ്തത്. കണ്ടോ? അപ്പൊ ആ ശിർക്കിലേക്ക് പോകുന്ന വ്യക്തിക്ക് അല്ല പോരാ. മുഹദ്ദിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇബ്രാഹിം നബിക്ക് ഏതൊരു റബ്ബ് മതിയായവനാണോ ആ റബ്ബ് എനിക്കും മതിയായവനാണ്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കർബലയിൽ വെച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, രണ്ട് പേരക്കുട്ടികളാണ്. അതിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് പീഡനം അനുഭവിക്കുന്ന രംഗം കാണാം. കർബലയിൽ ഹുസൈൻ നബിയുടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള എല്ലാ ആളുകളെയും വകവരുത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ച് ആക്രമിച്ച് അദ്ദേഹം ഏറ്റവും വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം മാറത്ത് കൈവച്ചു പറഞ്ഞു, എനിക്കെന്റെ റബ്ബ് മതി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായ പുളർന്നു നിൽക്കുമ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് നോക്കി അമ്പെയ്യുകയാണ്. വായിലേക്ക് നോക്കി, വായ ഇങ്ങനെ തുടർന്നിട്ട് ദാഹത്തിന് വെള്ളം കിട്ടാതെ, ദാഹിച്ച വായിലേക്ക് വെള്ളം കിട്ടാതെ അങ്ങനെ പുളർന്നു നിൽക്കുമ്പോ അമ്പ് ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ വായിലേക്ക് അമ്പ് ചെയ്തു ശത്രുക്കൾ. വായന്റെ ഉള്ളിലേക്ക് അമ്പണ്ട് തറച്ചു. രക്തം കുടുകുടാ പുറത്തേക്ക് ചാടി. ആ രക്തം ഇങ്ങനെ വായിൽ നിന്ന് അതേ നിർഗളിച്ച് പുറത്തു വരുന്ന രക്തത്തെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞു, എനിക്കെന്റെ റബ്ബന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബ് എനിക്കുണ്ട് എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച റബ്ബ്, ആ റബ്ബ് മതി എനിക്കും സംരക്ഷകനായി. മുഹദ്ദിസ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യാ അല്ലാഹ്, യാ മന്നാൻ, യാ റഹ്മാൻ, യാ ഹയ്യ്, യാ മന്നാൻ, യാ റഹ്മാൻ, യാ അല്ലാഹ്, യാ ഹന്നാൻ, യാ മുസബ്ബിഹം ബികുല്ലി ലിസാൻ. മന്നാനായവനെ, ഹന്നാനായവനെ, റഹ്മാനായവനെ, അല്ലാഹുവേ, അത് എല്ലാ നാവുകൾ കൊണ്ടും സ്തുതി കീർത്തനത്തിന് ഉടമയായവനെ, യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ഭൂമിയിലുള്ള സകല സൃഷ്ടികളും അല്ലാഹുവിന് സ്തുതി പറയുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ മന്നാനായവനെ, ഹന്നാനായവനെ, റഹ്മാനായവനെ, നീ മതി എനിക്ക്, യാ കാഫി, എനിക്ക് മതിയായവനെ, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഹ്സാൻ, മുഹമ്മദ് നബിക്ക് മതിയായവനെ, നീ മതി എനിക്കും എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ എല്ലാ പരീക്ഷണ ഘട്ടത്തിലും അല്ല മതി എനിക്ക് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. എന്റെ റബ്ബെനിക്ക് സംരക്ഷണം നൽകുന്നവനാണ്, എന്റെ റബ്ബെനിക്ക് സുരക്ഷിതത്വം നൽകുന്നവനാണ്, എന്റെ റബ്ബെനിക്ക് അന്നം നൽകുന്നവനാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നവനാണ്, എനിക്ക് വെള്ളം നൽകുന്നവനാണ്, എനിക്ക് വായു നൽകുന്നവനാണ്. എല്ലാം എന്റെ റബ്ബാണെങ്കിൽ ആ റബ്ബ് മതി എനിക്ക് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണമെന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അതാണ് മുഹ്യിദ്ദീൻ ശൈഖിന്റെ വിശ്വാസം. ചുരുക്കി പറഞ്ഞാട്ടോ, കിതാബ് വേറെ കുറെ പറയാണ്ട്. കിതാബ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. നമ്മൾ ഈ അതിരികവിയ ഔലിയാക്കളിൽ വിശ്വസിക്കണം എന്നുള്ളത് ഇസ്ലാമിക മാനദണ്ഡം, ഇസ്ലാമിലുള്ളതാണ്. വലിയുണ്ട്, കറാമത്തുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ കറാമത്തിനൊക്കെ നമ്മൾ അതിരിവിട്ട് വിശദീകരിക്കുകയും അതിരിവിട്ട് വ്യാഖ്യാനങ്ങൾ പറയുകയും ചെയ്യുമ്പോണ്ടാകണ അപകടങ്ങളെ നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ചില അപകടങ്ങളെ കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.
ഇത് മൊയ്തീൻ ഷേഖിന്റെ വിശ്വാസം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ആ മൊയ്തീൻ ഷേഖിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലകളും മൗലൂദുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരിൽ രചിച്ചിട്ടുള്ള കിതാബുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇപ്പം പറഞ്ഞതിലൊന്നും ഒരർത്ഥമല്ലാതാവും. എന്നാലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കള്ളക്കഥകളായി മൊയ്തീൻ ഷേഖിന്റെ പേരിൽ രചിച്ചിട്ടുള്ള രണ്ട് കിതാബ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഖുതുബിയത്ത്. ആരുണ്ടാക്കിയെന്നറിയാലോ? കായൽപട്ടണത്ത് ജനിച്ച സ്വദഖത്തുല്ലാഹിൽ കാഹിരി. ഹിജറ 1040 സ്വദഖത്തുല്ലാഹിൽ കാഹിരി. ഹിജറ 1040 അദ്ദേഹം ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഖുതുബിയത്ത് ഹിജറ 1040. ശ്രദ്ധിക്കണേ, ഹിജറ 1040. രണ്ടാമത്തത് മുഹിയദ്ദീമാലയാണ്. മുഹിയദ്ദീമാല കാണാത്ത ആൾക്കാരുണ്ടോ? ചൊല്ലാത്ത ആൾക്കാരുണ്ടോ? വളരെ കുറവേക്കാരം അല്ലേ? മുഹിയദ്ദീമാല ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യാത്ത ആൾക്കാർ. മുഹിയദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പിന്നെ മുഹിയദ്ദീമാല രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പേരിൽ കളവുകളായി ഉണ്ടാക്കിയ രണ്ടാമത്തെ ഒരു ഗ്രന്ഥമാണ് മുഹിയദ്ദീമാല. ഞാനത് പച്ചക്ക് പറയണ എന്തിനാരോ? നമ്മൾ രക്ഷപ്പെടണം. ഈ കുത്തുബിയത്തൊക്കെ ഉണ്ടല്ലോ, സത്യത്തിൽ കയ്യേറ്റ് തൊടാൻ പാടില്ലാത്ത സാധനമാണ്. ഞാൻ ഉള്ളത് ഓപ്പണായിട്ട് പറയാം. ഒരു ടവ്വൽ കൂട്ടിപ്പിടിച്ചെടുക്കണം. അത്ര ശിർക്ക് നിറഞ്ഞ സാധനമാണ്. മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹിയുടെ പേരിൽ ഇല്ലാത്ത കഥകൾ കെട്ടിണ്ടാക്കിയിട്ട് ഖുർആനിന് വിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള കിതാബാണ്. ഞാൻ അങ്ങനെ തന്നെ എടുത്തു പറയാനുള്ള കാരണം അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. മുഹിയദ്ദീമാല കോഴിക്കോട് ഖാലി മുഹമ്മദ് എന്ന വ്യക്തി രചിച്ചുണ്ടാക്കിയതാണ്. 400 കൊല്ലം മുമ്പ്, കൂടുതലൊന്നും ആയിട്ടില്ല, 400 വർഷം മുമ്പ് അദ്ദേഹം രചിച്ചുണ്ടാക്കിയ കിതാബാണ് മുഹിയദ്ദീമാല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതെന്തിനാ പറയണമെന്നറിയോ? നമ്മളെ സമൂഹം അതിരുവിട്ടു പോകുന്ന മേഖലകളെ നമ്മൾ കൃത്യമായി വിശദീകരിക്കാൻ. മുഹിയദ്ദീമാലയുടെ മഹത്വം പറയുന്നിടത്ത് കാണാം, മൊഴിയൊന്നും കളയാതെ പിഴയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മൊഴിയൊന്നും കളയാതെ പിഴവില്ലാതെ മുഹിയദ്ദീമാല ചൊല്ലുന്നവന് സ്വർഗത്തിൽ ന്യായം കൊടുക്കും, സ്വർഗത്തിൽ ഒരു ഭവനം നൽകുമെന്ന് അള്ളാഹ് വിധിച്ചിട്ടുണ്ട്. എവിടുന്നാ വഹി കിട്ടിയെന്ന് അല്ലാഹു അലം. മനസ്സിലായോ? ദീന് പഠിപ്പിച്ചിട്ടില്ല. മൊയ്തീൻ ഷേഖിന്റെ പേരിൽ ഈ മാല, ഇല്ലാത്ത ഷെയ്ഖ് പറയാത്ത മാല ഒരാൾ ഉണ്ടാക്കി പറഞ്ഞാൽ സ്വർഗത്തിലൊരു ഭവനം നൽകുമെന്ന് ഷെയ്ഖ് പറഞ്ഞു എന്ന് ഷെയ്ഖിന്റെ പേരിൽ വച്ചക്കള്ളമാണ്. അല്ലാഹ് പറഞ്ഞത്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ എന്ത് പ്രതിസന്ധിയുണ്ടോ നീ വിളിച്ചോ, അല്ലാഹുവിനെ വിളിച്ചോ. മുത്തനബി പഠിപ്പിച്ച വാചകമാണ്, വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം തേടുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് സഹായം തേടിക്കോ. ഇതല്ലേ ഇസ്ലാമിന്റെ വിശ്വാസം? ഇതല്ലേ ബേസിക്? അതെ. ഇനി നിങ്ങൾ നോക്ക്, ഖുതുബിയത്തിലേക്ക് വന്നാ കാണാ, യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുൻലി വഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. യാ സയ്യിദി, യാ സയ്യിദി സനദി, എന്റെ നേതാവേ, എന്റെ സങ്കേതമേ. യാ സയ്യിദി, എന്റെ നേതാവേ, കുഴപ്പമില്ല അല്ലേ? സനദി, എന്റെ സങ്കേതമേ. ഗൗസി വയാ മദദി, എന്നെ സഹായിക്കുന്നവരെ, എനിക്ക് സഹായമായി അവലംബമായി മാറുന്നവരെ. കുൻലി വഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. അവിടുത്തെ മദദ് കൊണ്ട്, അങ്ങയുടെ മദദ് കൊണ്ട് എന്റെ ശത്രുവിനെ നീ കേടാക്കണേ. അങ്ങയുടെ മദദ് കൊണ്ട് എന്നെ നീ സഹായിക്കണേ. ആരോടാ ചോദിക്കണേ? മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട്. ഇതാണ് ഖുതുബിയത്ത്. മനസ്സിലായോ? ഇതാണ് ഖുതുബിയത്ത്. ഇങ്ങനെ പാടിയ കുറേ പാടാണ്ട് കേട്ടോ. ഞാൻ പാടാൻ വന്നതല്ല, വയലറിയാൻ വന്നതാണ് കേട്ടോ. അവയാൾ കാര്യങ്ങൾ പറയുമ്പോൾ ആ പാടി തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തത ബോധ്യമുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സ്വറമൽ ലിഅഫ്വതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫല്യദ്ഉ യാ
അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീനി. ഇതും ഖുതുബിയത്താണ്. 1000 വട്ടം മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ ഉത്തരം നൽകുമെന്ന വിശ്വാസം. അല്ല പറഞ്ഞത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, റബ്ബിന്റെ കൂടെ ഒരാളെയും ഞാൻ വിളിച്ചു തേടുകയില്ല, വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്ന് അല്ല പറയുമ്പോ മുഹയ്യദ്ദീൻ മാലക്കാരനും ഖുതുബിയത്തും പറഞ്ഞത് മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചോന്നാ. ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത്? പടച്ചോൻ പറഞ്ഞ് സ്വീകരിക്കണോ, മാല കിതാബ് പറഞ്ഞ് സ്വീകരിക്കണോ? നമ്മൾ ചിന്തിക്കുക. മനസ്സിലായോ? ഒരാളെ കൊണ്ട് സ്വീകരിപ്പിക്കാനൊന്നും പറ്റൂലല്ലോ. നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായി മനസ്സിലാക്കുക. ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. കണ്ടോ, എന്നോട് നിങ്ങൾ ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പക്ഷേ അടിമകൾ ചോദിക്കുന്നത് മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ആശയം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സിഫത്തിൽ വരെ പങ്കു ചേർത്തു. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അള്ള സൃഷ്ടിക്കും പോലെ സൃഷ്ടിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. ഉൾക്കൊള്ളാൻ പറ്റുമോ? ഉൾക്കൊള്ളാൻ പറ്റണവരെന്ന് കയ്യൊക്കെ എന്നിട്ട് പാടായാണ്. അള്ള സൃഷ്ടിക്കും പോലെ ശൈഖ് സൃഷ്ടിക്കുമെന്ന് പറയാൻ പറ്റുമോ? അത് ഖുർആനിനെതിരല്ലേ? അത് ഹദീസിനെതിരല്ലേ? എന്ന് കേട്ടോളി, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീൻ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. നമ്മൾ ഓതി ശീലമുള്ള വചനമാണ്. ആ സൂറത്തു യാസീനിന്റെ 83-ാമത്തെ വചനത്തിലല്ല പഠിപ്പിച്ചത്, 82-ാമത്തെ വചനത്തിലല്ല പഠിപ്പിച്ചത്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. നിശ്ചയമായും അവന്റെ കാര്യം അത്ഭുതകരമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്, അവൻ ഒരു വസ്തുവിനെ നോക്കി സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു വസ്തു ഉണ്ടാക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയേണ്ടതേ ഉള്ളൂ, നീ ആകണമെന്ന് പറയേണ്ടതേ ഉള്ളൂ. ഫയകൂൻ, അത് ആകുമെന്ന് റഹ്മാനായ റബ്ബ്. അങ്ങനെയാണ് അള്ളാഹു ഒരു വസ്തുവിനെ സൃഷ്ടിക്കുക. ശരിയല്ലേ? കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. എന്നാൽ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് മുഹയ്യിദ്ദീൻ മാല പറയാണ്, എന്നൂടെ ഏകല്ലൂടെ ഏവൻ തൻ്റെകൾ ആകന്ന് ചൊല്ലൂകിൽ ആകും ഞാൻ എന്നോവർ. എന്താ പറഞ്ഞേ? മലയാളാണേ. അതൊന്നിങ്ങനെ ഒരു കെട്ടിക്കുടുക്കൽ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധന. ഒക്കെ കുറച്ച് ഓവറാ. അതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് ഇതൊക്കെ ഓവറാണെന്ന്. ഓലെന്നെ പറയുന്നോണ്ട് തിരക്കടില്ല. മനസ്സിലായോ? എന്താ പറഞ്ഞേ? എന്നൂടെ ഏകല്ലൂടെ ഏവൻ തൻ്റെകൾ ആകന്ന് ചൊല്ലൂകിൽ ആകും അതെന്നോവർ. ഇതേപോലെ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ ആകണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആകണമെങ്കിൽ ആകെന്ന് പറഞ്ഞാൽ മതി, അത് അതുപോലെ ആകും. ശൈഖ് അങ്ങനെ പറഞ്ഞാൽ തന്നെ മദീന. ആകന്ന് ചൊല്ലുകിൽ ആകും അതെന്നോവർ. എത്ര ഗൗരവാണ്! മുഹയ്യിദ്ദീൻ മാലയിൽ തന്നെ പുതിയ മുഹയ്യിദ്ദീൻ മാലയും പഴയ മുഹയ്യിദ്ദീൻ മാലയും ഉണ്ട്. പഠിക്കേണ്ട വിഷയമാണ്, നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. മറ്റൊരു വാചകം കാണാം, നോട്ടത്തിൽ നിന്ന് വരെ ശൈഖ് ഒരു വസ്തുവിനെ ഉണ്ടാക്കും. വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയാവണ്ണം ആദാകുമാതെന്നോവർ. വേണ്ടിയിട്ടൊരു വസ്തുവിനെ നോക്കിയാൽ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ ആ വസ്തു ആയി മാറും. നമ്മളെവിടെ ഇത് മനസ്സിലാക്കി? അള്ളാന്റെ ദീനിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊണ്ടത്? ആലോചിച്ച് നോക്കിങ്ങൾ. ആ ശൈഖിനെ പിടിച്ചോ സ്വർഗത്തിലാണ്, നരകത്ത് പോകൂല എന്നൊക്കെയുള്ള വാക്ക്. നരകത്തിലെൻ്റെ മൂരിതാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ.
നരകത്തിൽ എൻ്റെ മുരീദുകളാരും നരകത്ത് പോകൂല, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലാണ്. നരകത്തിൽ എൻ്റെ മുരീദുകൾ ഉണ്ടാകൂല എന്നാണ്. എന്നെ പിടിച്ചവരേതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എത്ര ഗൗരവ, എത്ര ഗൗരവ! എത്ര തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, മുരീശേഖന്റെ മുരീദായ മദീന. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? ആയിഷാ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ പുന്നാര മകൾ ഫാത്തിമ ബീവി, എന്തൊരു ഇഷ്ടമായിരുന്നു റസൂലിന് ഫാത്തിമാനെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വഫാത്താകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമാനെ വിളിച്ചിട്ട് പറയാണ്, യാ ഫാത്തിമത്ത് ഖിത്അതു ഖബ്ദി ഖൽബി, എന്റെ കരളിന്റെ കഷ്ണമായ മോളെ ഫാത്തിമ, സലീനി മിമ്മാലി, എന്റെ ധനത്തിൽ നിന്ന് വല്ലതും വേണോ മോള് ചോദിച്ചോ, മോക്ക് തരാം. പക്ഷേ അൻഖിദീ നഫ്സകി മിനന്നാർ, മോളെ നരകത്തിൽ നിന്ന് നിന്റെ തടി നീ തന്നെ കാക്കണം മോളെ, അതിന് നീ വാപ്പാനെ കൊണ്ട് സാധ്യമല്ല മോളെ. ആരാ പറഞ്ഞത്? ഈ പറഞ്ഞ വാക്കാരതാ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടാ പറഞ്ഞറിയോ? റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാത്തിമാനോട്. മൊയ്തീമാല പറഞ്ഞെന്താ നിങ്ങള്? നരകത്തിലെന്റെ മൂരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. രണ്ടെവിടെ കിടക്കണേ? രണ്ടെവിടെ കിടക്കണേ? നമ്മൾ നന്നായിട്ട് ആലോചിക്ക്. ഇത് നിസ്സാരമാക്കി തള്ളിക്കളയാനുള്ള സാധനമല്ല, നിസ്സാരമാക്കി കളയാനുള്ള വസ്തുവല്ല. ഇനി കാണാം മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാനേക്കാൾ വലിയ മഹത്വമുള്ള ആളാക്കി മാറ്റുന്ന വരികളൊക്കെ മുഹ്യിദ്ദീൻ മാലയിലുണ്ട്. മരടിയായുള്ളൊരു സ്ത്രീക്കൊരു കുട്ടിയെ മന്നാനെ നൽകി നീ എന്ന് മോളിന്തോവർ. എന്താ സംഭവം എന്നറിയോ? ഇത് പാടണീനല്ലേ പറയല, ഇങ്ങനെ പാടി പാടി സമയം കളയണ്ട. ഒരു പെണ്ണ്, കുട്ടിയില്ലാത്ത സ്ത്രീ, മച്ചിയാണ്, മരടിയായ സ്ത്രീയാണ്. ശൈഖിൻ്റെ അടുത്ത് വന്നു, ശൈഖ് എനിക്ക് കുട്ടിയില്ല, കുട്ടീനെ വേണം. അപ്പൊ മുഹ്യിദ്ദീൻ ശൈഖ് പറയാണെന്ത്? മന്നാനെ നൽകി നീ എന്ന് മോളിന്തോവർ. പടച്ചോനൊരു കുട്ടീനോട് കൊടുക്ക്. എങ്ങനെ? പടച്ചോനൊരു കുട്ടീനെ കൊടുക്ക്, എൻ്റെ മുരീദാണ്, മുരീദിനൊരു കുട്ടീനെ കൊടുക്ക്. അപ്പൊ അള്ള പറഞ്ഞു എന്ത്? അങ്ങനെ പറ്റൂല, അവൾക്ക് ലൗഹില് കുട്ടിയില്ല എന്നാണ് അവളുടെ വിധി, കുട്ടിയില്ല എന്നാണ് അവൾക്ക് വിധിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കൊടുക്കാൻ പറ്റൂല മുഹ്യിദ്ദീനെ. അപ്പൊ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒന്നില്ലെങ്കിൽ രണ്ടും കൊടുക്കുന്നത്. നമ്മളെന്താ പറയാ? ഇത് മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞല്ലോ കേട്ടോ, പടച്ചോനെ ശൈഖിന്റെ പേരിൽ ഉണ്ടാക്കിയ കളവാണ് ഇത്. ശൈഖ് പറഞ്ഞല്ല, ഇത് ശൈഖിന്റെ സിഫത്തും അല്ല. അദ്ദേഹം അങ്ങനെ ഒരു സിഫത്ത് വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കിതാബുകൾ വ്യക്തമാണ്, നമ്മൾ വിശദീകരിച്ച ഭാഗമാണല്ലോ. ഇത് അദ്ദേഹത്തിന്റെ പേരിൽ രചിച്ചുണ്ടാക്കിയ സാധന, അദ്ദേഹത്തിന്റെ പേരിൽ രചിച്ചുണ്ടാക്കിയ സാധനമാണ്. എന്നിട്ട് എന്താ പറയണമെന്ന് നിങ്ങള്? മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഒന്നില്ലെങ്കിൽ രണ്ടു കൊടുക്ക്. നമ്മളെന്താ പറയലേ? ഒന്നില്ലല്ലോ അരയിലും കാട്ട് പടച്ചോനെ എന്നല്ലേ. നേരെ തിരിച്ച്. അപ്പൊ രണ്ടും ഇല്ല എന്ന് പറഞ്ഞു, രണ്ടില്ലെങ്കിൽ 3 കൊടുക്ക്. അങ്ങനെ 7ഓളം പിണ്ടോവർ, 7 വരെ പോയി. എന്നിട്ടതാ അള്ള പറയാണ്, 800 തീരും മുമ്പായി റയോവൻ എംബി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 തീരും മുമ്പായി പടച്ചോൻ പറഞ്ഞു, മുഹ്യിദ്ദീനെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ, ഞാൻ തരാ, 7 എണ്ണം തരാ. ഒന്നില്ല എന്ന് പറഞ്ഞ ആൾക്ക് 7 കുട്ടി ഉണ്ടായി. ഇത് മുഹ്യിദ്ദീൻ മാലെ, ഇത് മുഹ്യിദ്ദീൻ മാലെ. ഇതാണ് നമ്മൾ ഭക്തിയോട് കൂടി ഇരുന്ന് ചെല്ലണ സാധനം. ഇതല്ല ഇനിയുണ്ട്. ഇന്ന് ക്ലാസ് തീരൂല, മനസ്സിലായോ? ഇന്ന് ക്ലാസ് തീരൂല, ഇനിയുണ്ട് സാധനം. ശൈഖിന്റെ ഒരു മുരീദ് മരിച്ചു. മരിച്ചപ്പോ ഭാര്യ വന്നു പറഞ്ഞു, എൻ്റെ ശൈഖേ, നിങ്ങളെ മുരീദ്, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. മരണപ്പെട്ടു പോയപ്പോ അതാ എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടണം. ആരാ പറയണേ? ഭാര്യ ഒന്ന് പറയാ ഭർത്താവിനെ സംബന്ധിച്ച്. അപ്പോ ശൈഖ് അവർകൾ ആകാശത്തേക്ക് നോക്കി. മേലേക്ക് നോക്കിയപ്പോ ആകാശത്തൊരു കൊട്ടയും പിടിച്ച് അസ്രായിൽ ഇങ്ങനെ പറന്നു പോണ്ടെന്നാ. ജംബീൽ എന്നാണ് മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞതായിട്ട് കളവ് എഴുതി വെച്ച്. ജംബീൽ, ജംബീൽ പറഞ്ഞ കൊട്ട, കൂട.
ആ കോടിയും പിടിച്ചിങ്ങനെ പറക്കുണ്ടാര് ഈ ഫൈഷേഖ്. ഇതെന്താ പിന്നെ മത്തി കച്ചവട? അന്നന്ന് പിടിച്ച റൂഹുകളൊക്കെ ആ കൊട്ടയിലിട്ടിട്ട് ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അസ്രായിൽ എന്നുള്ള പേര് ഖുർആനിലും സുന്നത്തിലുണ്ട്, അത് മാലിൽ മാത്രമേ ഉള്ളൂ. അസ്രായിലല്ല, ഖുർആൻ പറഞ്ഞ പേര് മലക്കുൽ മൗത്ത് എന്നാണ് മലക്കിന് പേര് പറഞ്ഞത്, മരണത്തിന്റെ മലക്ക് എന്നാണ്. ശരി, പകുതിക്കെത്തി മേലെ കാണുന്നുണ്ട്. അപ്പോ മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് അസ്രായിലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അസ്രായിലെ എന്റെ മുരീദിന്റെ റൂഹിനെ അങ്ങോട്ട് കൊടുക്ക്. അപ്പൊ പറഞ്ഞു, ഇത് അള്ളാന്റെ തീരുമാനമാണ്, റബ്ബിന്റെ തീരുമാനപ്രകാരം പിടിച്ചതാണ്, കൊടുക്കാൻ പറ്റൂല. അപ്പൊ പറഞ്ഞു, അത് ഇങ്ങോട്ട് കൊടുക്കൂല. ഇവിടെ നിൽക്കുന്ന ഷെയ്ഖ് അങ്ങോട്ട് പറഞ്ഞു. മനസ്സിലായോ? ഇവിടെ നിൽക്കുന്നത് ഞാനേ ഒരു തമാശക്കോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ച് തള്ളുള്ള ഒരു സാധനമല്ലത്. ഇത്ര ഗൗരവമുള്ള സംഭവമാണ്. ഇങ്ങനത്തെ വിശ്വാസം നമ്മളെ സമൂഹം ഇന്ന് പേറുന്ന അല്ലെങ്കിൽ സമൂഹം സ്വീകരിക്കുന്ന ആശയങ്ങളാണിത്. പകുതി വയ്ക്കുന്ന ഷെയ്ഖ് അവർകളെത്തി. അവിടെ നിന്ന് മലക്കിൻ്റെ അടുത്ത് കൊട്ടങ്ങട് പിടിച്ചു, അങ്ങോട്ടും വിളിച്ച് പിടിത്ത് ഫറിത്തോ പറഞ്ഞ പിടിച്ചു പറിച്ചു. എന്നിട്ട് ആ പിടിച്ച റൂഹുകളൊക്കെ ഒരൊറ്റ കൊട്ടയിൽ താഴത്തേക്ക്. അന്ന് പിടിച്ച റൂഹുകളൊക്കെ ഉണ്ടന്ത കൊട്ടയിൽ, തമിഴ്നാട്ടുകാരനാണ്, ഉണ്ടന്ത കൊട്ടയിൽ, ആ കൊട്ടയിൽ അന്ന് പിടിച്ച റൂഹുകളൊക്കെ ഉണ്ട്. എല്ലാ റൂഹുകളും എന്തായി നേരെ താഴത്തേക്ക്. അടക്കണ എല്ലാ റൂഹും താഴെ. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, മരിച്ച് കുളിപ്പിച്ചോണ്ട് നിൽക്കുന്ന ആളെ റൂഹാണെങ്കിൽ നീച്ചട ഉത്തർക്കും. റൂഹുണ്ട് പോകുന്നില്ല, നീച്ചണ്ടിരിക്കും. എന്താ സംഭവിക്കുക? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് മലക്ക് ചെന്നു റബ്ബിന്റെ അടുക്കലേക്ക്. അള്ളഹാനോട് പറഞ്ഞു, പടച്ചോനെ എന്നെടുത്ത പണി മുഴുവൻ ആ മൊയ്തീന് ബാത്തിലാക്കി. മലക്ക് പറയാ അള്ളഹാനോട്. അപ്പൊ അള്ള പറയാണെന്ത്? ഒന്ന് ചോദിച്ചെങ്കിൽ അത് കൊടുത്തുകൂടായിരുന്നോ? എന്നാ ബാക്കിയൊക്കെ ഇങ്ങോട്ട് കിട്ടൂലായിരുന്നോ? ഞാനും കൂടി ഗൗസുല്ലാഹുവിനെന്നാ വിളിക്കാറുള്ളത് എന്ന് അള്ള പറഞ്ഞു എന്ന് മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് എഴുതി വെച്ച മുഹയ്യദ്ദീൻ മാലയിലെ വരികൾ. ഇല്ല എന്ന് പറയേ, അതൊക്കെ നിങ്ങളെ വക ഉണ്ടാക്കാന്ന് പറയേ. ആരെങ്കിലും ചെയ്യണമെങ്കിൽ നേരെ പോവുക കോഴിക്കോട്ടേക്ക്, ഇവിടെ അടുത്തല്ലേ, നേരെ പോവുക. എന്നിട്ട് മൊയ്തീൻ മാല വാങ്ങിക്കോളി, പഴയതും പുതിയതൊക്കെ വാങ്ങിക്കോളി. എന്നിട്ട് മറിച്ചിട്ട് അതിലില്ലെങ്കിൽ എന്നോട് വന്ന് പറയും, ഇതിലൊന്ന് കാണിച്ചേരി കേട്ടോ, അതിലില്ലെങ്കിൽ എന്നോട് വന്ന് പറയാ. മനസ്സിലായോ? അപ്പോ ഇത് വെറുതെ പറയല്ല, നിസ്സാരവൽക്കരിക്കല്ല, അള്ളാന്റെ സിഫത്തുകളെ അട്ടിമറിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ആശയങ്ങളാണ്. അതുകൊണ്ട് നമ്മളൊരു ആചാരത്തിലേക്കും ഒരു അനുഷ്ഠാനത്തിലേക്കൊക്കെ പോണതിന് മുമ്പ് ഇസ്ലാമികമായി അതെന്താണെന്നും അള്ളാഹുവിൻ്റെ ദീന വിഷയത്തിൽ പഠിപ്പിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്നും വ്യക്തമായി പഠിപ്പിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം കുറേയായി, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ബാബ് പിന്നീട് വിശദീകരിക്കാം. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇപ്പം പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഏതൊരു വിഷയത്തിലും അതിരുകവിഞ്ഞ വിശ്വാസത്തിലേക്കോ അതിരുകവിഞ്ഞ കർമ്മങ്ങളിലേക്കോ നമ്മൾ പോയിക്കൂടാ. മനസ്സിലായോ? അതിരുകവിഞ്ഞ ഒരാശയത്തിലേക്ക് നമ്മൾ എത്തിക്കൂടാ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയം. അതുകൊണ്ട് അടിവരയിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഈ പാടിയപ്പോഴും ഈ പറഞ്ഞപ്പോഴൊക്കെ മുഖത്ത് കുറേ മാറ്റങ്ങൾ. നമ്മളൊക്കെ മുഖത്ത് എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയണേ, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പാടുന്നത്, ഇതൊക്കെ പാടിയതും പറയുന്നത് എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും നമ്മളിതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, ആളുകൾ എങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. അപ്പോഴേ നമുക്ക് കാര്യങ്ങളൊന്നുകൂടി വ്യക്തമാകുള്ളൂ. എന്തിനാണിത് പഠിക്കണത്? എന്തിനാ? നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നാളെ ആഖിറത്തിലേക്ക് ചെന്നാൽ, പരലോകത്തേക്ക് ചെന്നാൽ, ഇല്ലാത്തത് സ്വീകരിച്ചാൽ, ഇല്ലാത്ത ആശയങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നാളെ പരലോകത്തതിനൊരു ഫലവും ഒരു ഉപകാരവും അതുകൊണ്ട് കിട്ടൂല. ഒരു ഉപകാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും എന്തൊരാശയമാണോ പഠിപ്പിച്ചത് ആ ആശയത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണേ. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാചകം എന്താണ്? ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് സംശയമുള്ള വിഷയത്തിന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്.
നിങ്ങൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ ആയത്തിൽ നിന്ന് തെളിവ് കിട്ടി ഇന്നതാണ് ശരിയെന്ന്, ഹദീസിൽ നിന്ന് തെളിവ് കിട്ടി ഇന്നതാണ് ശരിയെന്ന്. ഇന്ന മാലയും ഇന്ന മൗലൂദും ഒന്നും ഇസ്ലാമികമല്ല, ഇതൊക്കെ ഇന്ന രൂപത്തിലാണ്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ യഥാർത്ഥ കിതാബിനെ നമ്മൾ വിശദീകരിച്ചല്ലോ, അതൊക്കെയാണ് ഇസ്ലാമികമായി നമ്മൾ ഉൾക്കൊള്ളാനുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കിതാബിൽ നിന്നും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ ഉള്ളിൽ ചൊറിച്ചിലുണ്ടാകാൻ പാടില്ല. ഒറ്റായത്ത് കൂടി കേട്ടോ, ഫലാ വറബ്ബിക, റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. സംശയമുള്ള വിഷയത്തിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നിങ്ങൾക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ചൊറിച്ചിലില്ലാതെ അത് സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. ഒരാൾ മുഅ്മിനാകുന്നത് ഖുർആനും സുന്നത്തും വക്രതയില്ലാതെ വളച്ചുകെട്ടില്ലാതെ സ്വീകരിക്കുമ്പോഴാണ്. വ്യക്തമായ രൂപത്തിൽ ഖുർആനും സുന്നത്തും സ്വീകരിക്കുക. ഞാൻ ഇത്രകാലം പിൻപറ്റിപ്പോന്ന ആശയം ഇതല്ലേ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കലല്ല. സ്വീകരിച്ചിട്ട് നന്മയുടെ വഴി സ്വീകരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവർക്കാണ് വിജയം. അങ്ങനെയുള്ള ആളുകൾക്ക് മരണപ്പെടുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ കഴിയും, മുഅ്മിനായി മരിക്കാൻ കഴിയും, പരലോകത്തെ രക്ഷയുടെ വഴി സ്വീകരിക്കാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ സംശയങ്ങളോ ശക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുക, എന്നിട്ട് ഇവിടെ കൊടുക്കുക. കേട്ടോ, എന്ന് പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംശയമോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ അതൊരു പേപ്പറിൽ ഒരു പേനയും പേപ്പറും എടുത്തതിൽ എഴുതുക, എന്നിട്ട് ഇവിടെ കൊടുക്കുക. ഇൻഷാ അള്ളാഹ് അപ്പോൾ അതിനുള്ള കൃത്യമായ പ്രമാണം നമുക്ക് വേറെ പറയാം. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാലകളും കുപ്പിപ്പാട്ടുകളും കാലകളും കീലകളും വലിച്ചെറിഞ്ഞ് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് സച്ചരിതരായ സ്വഹാബത്ത് അള്ളാഹിൻ്റെ റസൂലിനെ പിൻപറ്റി ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ ഒട്ടനവധി ഞെരുക്കങ്ങൾ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം അള്ളാഹു നമുക്ക് സലാമത്താക്കി തരുമാറാവട്ടെ. നമുക്ക് അള്ളാഹു സമാധാനമുള്ള ഒരു ജീവിതം ഇഹലോകത്തും അതിലുപരി പരലോകത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.